ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ പറയാറില്ലേ, എനിക്കൊന്നും വാങ്ങാനില്ല, എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും കഴിക്കാനില്ല. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് പറയാണ്, എനിക്കൊന്നും ചെയ്യാനില്ല. നമുക്കിതിനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ ഹാവ് നത്തിങ് ടു ഡു. ഐ ഹാവ് നത്തിങ് ടു ഡു എന്നാണ് പറയാം കേട്ടോ. അപ്പം ഐ എന്ന് വെച്ചാൽ ഞാൻ എന്നാണ്, അല്ലെങ്കിൽ എനിക്ക് എന്നാണ് മീനിങ്ങിൽ. എനിക്ക് ഐ ഹാവ് എന്ന് വെച്ചാൽ എന്താണ്, എനിക്കുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഐ ഹാവ് എന്ന് വെച്ചാൽ എനിക്കുണ്ട് എന്നാണ് കേട്ടോ. ഇനി നമ്മൾ ഉണ്ട് എന്നല്ലല്ലോ പറഞ്ഞത്, എനിക്കില്ല എന്നാണല്ലോ പറഞ്ഞത്. ഇല്ല, എനിക്കില്ല എന്നുള്ള മീനിങ് കിട്ടാനാണ് ഇവിടെ നമ്മൾ നത്തിങ് യൂസ് ചെയ്ത് കേട്ടോ. ഐ ഹാവ് നത്തിങ്, എനിക്ക് ഇല്ല എന്നായിട്ടോ. എനിക്കില്ല, ടു ഡു ചെയ്യാനായിട്ട്. അപ്പോൾ നത്തിങ് ചേർത്തപ്പോൾ എന്തായി, എനിക്കൊന്നും ഇല്ല എന്നായിട്ടോ. മീനിങ് ഐ ഹാവ് പ്ലസ് നത്തിങ് ചേർത്തപ്പോൾ എന്തായി, എനിക്കൊന്നും ഇല്ല, ടു ഡു ചെയ്യാനായിട്ട്, എനിക്കൊന്നും ചെയ്യാനായിട്ട് ഇല്ല എന്നായിട്ട് മാറി. ഓക്കെ, കിട്ടിയില്ലേ? ഇനി എനിക്കൊന്നും പറയാനില്ല, ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് എങ്ങനെ പറയാം, ഐ ഹാവ് നത്തിങ് എന്നാണല്ലേ. ഇനി എനിക്കൊന്നും പറയാനില്ല എന്നാവുമ്പോഴോ, ടു സേ, എനിക്കൊന്നും പറയാനില്ല, ഐ ഹാവ് നത്തിങ് ടു സേ. ഓക്കെ, ടു പ്ലസ് മെയിൻ ഫോം ഓഫ് ദ വേർബാണ് കേട്ടോ. ഐ ഹാവ് നത്തിങ് ടു സേ, സേ പറയുക. അപ്പം എനിക്കൊന്നും പറയാനില്ല എന്നെങ്ങനെ പറയാം, ഐ ഹാവ് നത്തിങ് ടു സേ, എനിക്കൊന്നും പറയാനില്ല. ഐ ഹാവ് നത്തിങ് ടു ടേക്ക്, എനിക്കൊന്നും എടുക്കാനില്ല. ഐ ഹാവ് നത്തിങ് ടു ടേക്ക്, ടേക്ക് എടുക്കുക. നത്തിങ് ടു ടേക്ക് ആകുമ്പോഴോ എടുക്കാനില്ല എന്നായിട്ടോ. ഇനി എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നങ്ങനെ പറയാം, ഐ ഹാവ് നത്തിങ് ടു സ്പീക്ക്, എനിക്കൊന്നും സംസാരിക്കാനില്ല. എനിക്കൊന്നും വാങ്ങാനില്ല എങ്ങനെ പറയാം, ഐ ഹാവ് നത്തിങ് ടു ബൈ, എനിക്കൊന്നും വാങ്ങാനില്ല. ബൈ എന്ന് വെച്ചാൽ എന്താ, വാങ്ങുക എന്നാണല്ലേ. ഐ ഹാവ് നത്തിങ് ടു ഈറ്റ്, എനിക്കൊന്നും കഴിക്കാനില്ല. ഐ ഹാവ് നത്തിങ് ടു ഡ്രിങ്ക്, എനിക്കൊന്നും കുടിക്കാനില്ല. കിട്ടിയില്ലേ? ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഐ സബ്ജക്റ്റായിട്ട് മാത്രമല്ല, നമുക്ക് ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും ഈ ഹാവ് നത്തിങ് ചേർത്തിട്ട് നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. ഇവിടെ ഹിയോ ഷിയോ ഇറ്റോ ആണ് സബ്ജക്റ്റ് വരുന്നത് എങ്കിൽ നമ്മൾ ഈ ഹാവിന് പകരം നമ്മൾ ഹാസ് ഉപയോഗിച്ചിട്ട് പറയാം. ഓക്കെ, ഐ യു ദേ വി ആണ് സബ്ജക്റ്റായിട്ട് വരുന്നത് എങ്കിൽ നമ്മൾ ഹാവ് ഉപയോഗിച്ചിട്ട് പറയാം. പകരം ഹിയോ ഷിയോ ഇറ്റോ ആണോ സബ്ജക്റ്റ് വരുന്നത് എങ്കിൽ അവിടെ നമ്മൾ ഹാവിന് പകരം നമ്മൾ ഹാസ് ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസും കൂടെ നോക്കാം. ഷീ ഹാസ് നത്തിങ് ടു വറി, അവൾക്കൊന്നും ദുഃഖിക്കേണ്ടതില്ല, അവൾക്കൊന്നും ദുഃഖിക്കാനില്ല, അല്ലെങ്കിൽ അവൾക്കൊന്നും സങ്കടപ്പെടാനില്ല. ഷീ ഹാസ് നത്തിങ് ടു വറി. ഷീ ഹാസ് നത്തിങ് ടു സ്റ്റഡി, അവൾക്കൊന്നും പഠിക്കാനില്ല. ഷീ ഹാസ് നത്തിങ് ടു സ്റ്റഡി. ഓക്കെ, ഹി ഹാസ് നത്തിങ് ടു സ്പീക്ക്, അവനൊന്നും സംസാരിക്കാനില്ല. ഇങ്ങനെയായിട്ട് വരും കേട്ടോ. നെക്സ്റ്റ്, ഞങ്ങൾക്ക് വേറെ ഒന്നും വാങ്ങാനില്ല എങ്ങനെ പറയാം, ഞങ്ങൾക്ക് വേറെ ഒന്നും വാങ്ങാനില്ല. വി ഹാവ് നത്തിങ് എൽസ് ടു ബൈ. വി ഹാവ് നത്തിങ് എൽസ് ടു ബൈ. എൽസ് ടു ബൈ എന്ന് വെച്ചാൽ എന്താണ്, മറ്റൊന്നും വാങ്ങാനില്ല. നമ്മൾ എൽസ് ഉപയോഗിക്കാതെ ടു ബൈ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നും വാങ്ങാനില്ല എന്നായി. ഇനി വി ഹാവ് നത്തിങ് എൽസ് ടു ബൈ എന്ന് വെച്ചാൽ എന്താ, ഞങ്ങൾക്ക് വേറെ ഒന്നും വാങ്ങാനില്ല. അപ്പോൾ നമ്മൾ കുറച്ച് എന്തൊക്കെയോ വാങ്ങി വെച്ചിട്ടുണ്ട്, ഇനി വേറെ ഒന്നും വാങ്ങാനില്ല എന്നർത്ഥം കേട്ടോ. വി ഹാവ് നത്തിങ് എൽസ് ടു ബൈ. വി ഹാവ് നത്തിങ് എൽസ് ടു സ്പീക്ക്, ഞങ്ങൾക്ക് മറ്റൊന്നും സംസാരിക്കാനില്ല. വി ഹാവ് നത്തിങ് എൽസ് ടു സ്റ്റഡി, ഞങ്ങൾക്ക് മറ്റൊന്നും പഠിക്കാനില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും പഠിക്കാനില്ല. ഇങ്ങനെ അർത്ഥം മാറും കേട്ടോ. അപ്പം ഹി ഷീ ഇറ്റ് വരുമ്പോൾ നമ്മൾ ഹാസ് ഉപയോഗിക്കുക. അതുപോലെ ഐ യു ദേ വി ആണ് സബ്ജക്റ്റ് വരുന്നത് എങ്കിൽ നമ്മൾ അവിടെ ഹാവ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളുടേതായിട്ടുള്ള ഒന്ന് രണ്ട് സെൻറ്റൻസുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഏതെങ്കിലും രണ്ട് സെൻറ്റൻസുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്